ഇടുക്കിയുടെ മൂടൽ മഞ്ഞിനിടയിൽ ഒരു സാധാരണ ജീവിതത്തിലെ മനോഹരമായ ചെറിയ നിമിഷങ്ങൾ. അതാണ് എൻ്റെ കഥകൾ. സ്വാഗതം മിസ്റ്റി മൊമെന്റ്സ് ബൈ അതിയിലേക്ക്. ഇനി നമുക്കൊരു ഷോപ്പിംഗ് വ്ലോഗ് ആയാലോ? നമുക്ക് വീട്ടിലെ കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിച്ച് തിരിച്ചു വരാം. ഒരുമിച്ച് പോകാം. ഇതാണ് നമ്മുടെ തൂക്കാലം. ഇവിടെ നിന്ന് ഒരു സാധനം മേടിക്കാം. ആദ്യം നമുക്ക് ആദ്യത്തെ ഹെയർ കട്ട് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല പുള്ളിക്ക്. മന്ത്ലി ഷോപ്പിംഗ് ആയതുകൊണ്ട് നമുക്ക് സപ്ലൈകോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി സാധനങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വിലയൊക്കെ നോക്കി എന്തായാലും ഒരു മാസത്തേക്ക് മേടിക്കല്ലേ. ആദ്യം ഉണ്ടെങ്കിൽ ആദ്യമൊക്കെ തന്നെ ട്രോളി പിടിക്കണം, സാധനം എടുക്കണം. കുഞ്ഞുങ്ങളെപ്പോഴും അങ്ങനെയല്ലേ. വേണ്ട, ഇങ്ങ വാ. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു. ഇനി ഇത് കഴിഞ്ഞ് അടുത്തത് റിലയൻസിലോട്ട്. സപ്ലൈകോയിൽ കിട്ടാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ റിലയൻസിൽ പോയാണ് മേടിക്കുന്നത്. അങ്ങനെ നമ്മൾ സാധനങ്ങൾ മേടിച്ചു, പച്ചക്കറി മേടിച്ചു. ഇനി അച്ഛൻ്റെ പിറകെ ഈ കയ്യും പിടിച്ച് തൂങ്ങിപ്പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ആൾക്ക് ലോഡ് ഓഫ് ഫ്രൈസ് കഴിക്കണം. അത് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ സാധനം മേടിക്കാൻ കൂടെ വരുന്നത് തന്നെ. ഈ ലോഡഡ് ഫ്രൈസ് പോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന വളരെ കുറച്ച് സ്ഥലമേ നമ്മുടെ ഈ തൂക്കാലത്തൊക്കെ ഉള്ളൂ. അപ്പോൾ അതിലൊന്നെന്നല്ല, നല്ലൊരു കടയാണ് ഇത്. ഞാൻ വീഡിയോ എടുക്കട്ടെന്ന് പറഞ്ഞതിന് വിഷമിച്ച് നോക്കിയിരിക്കുക, കിട്ടിയ ഉടനെ കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ചായ കുടിച്ചു. നല്ല ലേറ്റായി. ഇനി നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. ആൾക്ക് ലോഡർ ഫ്രൈസ് കൂടാതെ വേറെ കുറച്ച് പ്ലാൻസ് കൂടി ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ പോയേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ മാസത്തെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മളിത് കൂടാതെ കുറച്ച് സാധനങ്ങൾ അടുത്തൊരു കടയിൽ നിന്ന് ഇടയ്ക്കൊക്കെ മേടിക്കും. പക്ഷെ മെയിൻ ഷോപ്പിംഗ് ഇതാണ്. ഗുഡ് നൈറ്റ്.